വീട്ടിലായാൽ ഒരു തുളസി ചെടിയെങ്കിലും വേണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അത്രത്തോളം ഈശ്വരാംശവും ഔഷധ മൂല്യങ്ങളും ചേർന്നതാണ് തുളസി എന്നത് തന്നെയാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. ആരുടെ വീട്ടുവളപ്പിലാണോ തുളസി ധാരാളമായി വളരുന്നത് അവിടെ യമദൂതന്മാർ അടുക്കുകയില്ലെന്നും തുളസിമാല ധരിച്ചവരെ നശിപ്പിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ലെന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നുണ്ട്. പൂജാപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് തുളസി. മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് തുളസി എന്നാണ് വിശ്വാസം. വീട്ടിലെ തുളസി ചെടി അകാരണമായി ഇല കൊഴിയുകയോ ഉണങ്ങിപ്പോവുകയോ ചെയ്താൽ വീട്ടിൽ അനർത്ഥങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയായി വേണം കണക്കാക്കാൻ. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചെടി വേരോടെ പിഴുതെടുത്ത് വെള്ളത്തിൽ മുക്കിവെച്ച് ഏതെങ്കിലും ജലാശയങ്ങളിൽ ഒഴുക്കുന്നതാണ് ഉത്തമമായ പ്രതിവിധി. ചെടിയെ ഒരിക്കലും ഉണങ്ങിപ്പോകാൻ അനുവദിക്കരുത്. പിന്നീട് അതേ സ്ഥാനത്ത് മറ്റൊരു തുളസി ചെടി തീർച്ചയായും നടുകയും വേണം.